ഒരു വാക്കുകൊണ്ട് ഒരു പ്രപഞ്ചം തീർത്തവൾ, ഒരൊറ്റ വാക്കിൽ സ്നേഹത്തിൻ്റെ കടലൊതുക്കിയവൾ, മദർ. ആ വാക്കു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരൊറ്റ മുഖമേയുള്ളൂ, ഒരൊറ്റ രൂപമേയുള്ളൂ, മദർ തെരേസ. ആഗ്നസിൽ നിന്ന് തെരേസയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സംഭവിച്ച സ്വാഭാവികമായ പരിണാമം, മദർ തെരേസ. കാലവും ലോകവും ഇത്രയേറെ നമസ്കരിച്ച മറ്റൊരു മനുഷ്യരൂപം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? സംശയമുണ്ട്. സ്നേഹത്തിന് മദർ തെരേസ പുതിയ ഭാഷ്യം രചിച്ചു. സേവനത്തിന് പുതിയ മുഖം നൽകി. മതത്തിന് പുതിയ നിർവചനം കൊടുത്തു. മദർ അതൊരു വികാരമാണ്. എല്ലാ അർത്ഥങ്ങളെയും അതിശയിപ്പിക്കുന്ന അർത്ഥമാണ്. മദറിൻ്റെ ജീവിത വഴികളിലൂടെ ധാരണകളെയും മുൻധാരണകളെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിച്ചു തുടങ്ങാം. ഇന്നത്തെ മാസിഡോണിയയുടെ ഭാഗമായ കൊസവോ പ്രവിശ്യയിലെ സ്കോപ്യായ് എന്ന സ്ഥലത്ത് 1910 ഓഗസ്റ്റ് 26 ഒരു പെൺകുഞ്ഞ് ജനിച്ചു. വടക്കൻ അൽബേനിയക്കാരൻ നിക്കോളായുടെയും വെനീസിലെ ഗ്യാക്കോ വെയ്ക്കാരിയായ ദ്രാന ഫൈൻ ബെർണായുടെയും മൂന്നാമത്തെ സന്താനമായിട്ടായിരുന്നു ആ ശിശുവിൻ്റെ ജനനം. അന്നേ ദിവസം അതേ സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ പേർ ജനിച്ചിട്ടുണ്ടാവാം. അവരിൽ എത്ര പേരെ ഇന്ന് ലോകം ഓർമ്മിക്കുന്നുണ്ട്? അവരിൽ എത്ര പേർ ലോകത്തെ പ്രകാശിപ്പിച്ചു കടന്നുപോയിട്ടുണ്ട്? അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാകാനായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ മണ്ണിൽ പിറവിയെടുത്ത ആ കുഞ്ഞിൻ്റെ നിയോഗം. ആഗ്നസ് എന്നാണ് മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നോമനയ്ക്ക് നൽകിയ പേര്. എങ്കിലും ഹോഗ്സ് എന്നാണ് വീട്ടുകാർ അവളെ വിളിച്ചിരുന്നത്. പൂമൊട്ട് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. സത്യത്തിൽ അവൾ ദൈവത്തിൻ്റെ പൂമൊട്ടായിരുന്നു. അച്ഛനമ്മമാരുടെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും സ്നേഹപരിലാളനകളും വാത്സല്യങ്ങളും ആവോളം അനുഭവിച്ചറിഞ്ഞായിരുന്നു ആഗ്നസിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനിടയിൽ അപ്രതീക്ഷിതമായൊന്ന് സംഭവിച്ചു. അച്ഛൻ്റെ മരണം. സ്വച്ഛമായും സുഗമമായും ഒഴുകിയിരുന്ന ജീവിതപ്പുഴ അതോടെ കലങ്ങി. ആഗ്നസിന് അപ്പോൾ 8 വയസ്സായിരുന്നു പ്രായം. കുടുംബഭാരം അമ്മയുടെ ചുമലിലായി. ജീവിത നൗക തുഴഞ്ഞു പോകേണ്ട ഉത്തരവാദിത്വം അമ്മ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. ഞങ്ങൾ വളരെ ഐക്യത്തിലും അടുപ്പത്തിലുമായിരുന്നു, പ്രത്യേകിച്ച് പിതാവിൻ്റെ മരണശേഷം എന്നാണ് മദർ തെരേസ അക്കാലത്തെക്കുറിച്ച് അനുസ്മരിച്ചിരിക്കുന്നത്. മക്കളെ ലാളിത്യത്തിലും വിനയത്തിലും മിതവ്യയത്തിലും വളർത്തുന്നതിലായിരുന്നു അമ്മയുടെ ശ്രദ്ധ. ഒന്നും പാടാക്കി കളയരുതെന്ന ചെറു പാഠങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അമ്മ ശ്രദ്ധാലുവായിരുന്നു. അമ്മയുടെ ജീവിത മാതൃകയും നല്ല വാക്കുകളും ആഗ്നസിനെ ചെറുപ്രായത്തിൽ തന്നെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. എംബ്രോയിഡറി ചെയ്ത തുണിത്തരങ്ങൾ വിൽക്കുന്ന കച്ചവടം ചെയ്താണ് അമ്മ അക്കാലത്ത് മക്കളെ വളർത്തിയിരുന്നത്. സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ടുകൊണ്ടുള്ള അതിജീവനമായിരുന്നു ആ അമ്മ നടത്തിയത്. ഏത് പ്രതികൂലങ്ങളെയും നേരിടാനുള്ള കരുത്ത് ആഗ്നസിന് കൈവന്നു ചേർന്നതും അമ്മയെന്ന ഈ മാതൃകയിലൂടെ ആയിരിക്കാം. ബാല്യകാലം മുതൽ ആഗ്നസ് കേട്ടിരുന്ന ഒരു വാക്കായിരുന്നു മിഷൻ. വിദൂരത്തിലുള്ളതും ദരിദ്രവുമായ ഭൂഖണ്ഡങ്ങളിലേക്ക് അവസാനിക്കാത്ത സ്നേഹത്തോടെയുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള
സ്വപ്നങ്ങൾ ആഗ്നസ് ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങുകയായിരുന്നു. അവൾ പിൽക്കാലത്ത് കണ്ടുമുട്ടിയ വ്യക്തികളെല്ലാം ആ സ്വപ്നത്തിലേക്കുള്ള കൈച്ചൂണ്ടുകളായി മാറിയെന്നതും അതിശയം. ഇന്ത്യയെക്കുറിച്ചായിരുന്നു അവൾ കേട്ടിരുന്നതത്രയും. ഏറ്റവും ദരിദ്ര ഒരു രാജ്യം. ഇന്ത്യ ഒരു വികാരമായും ആഗ്രഹമായും ആഗ്നസിൽ വളർന്നു തുടങ്ങുകയായിരുന്നു. ഇന്ത്യയിലെത്തണം, അവിടുത്തെ ദരിദ്രജനങ്ങളെ സേവിക്കണം. 12 വയസ്സായപ്പോൾ തന്നെ ആഗ്നസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. മിഷന് പോകാനുള്ള എളുപ്പമാർഗമായി ആഗ്നസ് കണ്ടെത്തിയത് ഒരു കന്യാസ്ത്രീയായി തീരുക എന്നതായിരുന്നു. പാവപ്പെട്ടവരെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള മാർഗമായിട്ടാണ് തൻ്റെ സന്യാസ ജീവിതത്തെ ബുദ്ധി ഉറച്ച കാലം മുതൽ തെരേസ കണ്ടിരുന്നത്. അങ്ങനെയൊരു ലക്ഷ്യത്തോടെയാണ് ആഗ്നസ് സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ എന്ന സന്യാസിനി സഭയിൽ ചേർന്നത്. ഒരു കന്യാസ്ത്രീയായി ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും തീരുമാനവും അമ്മയെ അറിയിച്ചപ്പോൾ ആ അമ്മ മകളോട് പറഞ്ഞത് ഇത്രമാത്രം: അവൻ്റെ കരങ്ങളിൽ നിന്റെ കൈവച്ച് അവനോടൊപ്പം എല്ലാ വഴികളിലും സഞ്ചരിക്കുക. ജീവിതത്തിൻ്റെ വസന്തങ്ങളിൽ മാത്രമല്ല, വറുതികളിലും വരൾച്ചകളിലും ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുള്ള ഒരു സന്യാസിനിയുടെ യാത്രകൾക്ക് അവിടെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. ലൊറേറ്റോ സന്യാസ സമൂഹം ഇന്ത്യയിലെ സ്കൂളുകളിൽ അധ്യാപകരായി സന്യാസിനികളെ നിയമിക്കുന്ന സമയമായിരുന്നു അത്. ഈ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് ആഗ്നസ് ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോൾ ഇതാണ് തൻ്റെ പ്രവർത്തന മണ്ഡലമെന്ന് തെരേസ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ചെറുപ്രായത്തിലെ ഇന്ത്യയൊരു വികാരമായി മനസ്സിൽ വേരുപാകിയ ആഗ്നസിന് ഇന്ത്യ പുതിയൊരു ലോകമായിരുന്നു. ഇന്ത്യയിലെത്തിയ ആഗ്നസ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും ഭാഷയും സ്വായത്തമാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് ബംഗാളിയും ഹിന്ദിയും പഠിച്ചു. സാധാരണക്കാരുമായി ഇടപഴകുവാനുള്ള മാർഗം എന്ന നിലയിലായിരുന്നു ഇന്ത്യൻ ഭാഷകൾ പഠിച്ചത്. 1931 മാർച്ച് 24 സഭാവസ്ത്രം സ്വീകരിച്ചപ്പോൾ തൻ്റെ പുതിയ ജീവിത പ്രവേശനത്തെ സാർത്ഥകമാക്കാൻ ആഗ്നസ് പുതിയ പേര് സ്വീകരിച്ചു. മിഷണറിമാരുടെ പ്രത്യേക മധ്യസ്ഥയായി കത്തോലിക്ക സഭ വണങ്ങുന്ന ലിസ്യുവിലെ വിശുദ്ധ തെരേസയുടെ പേര്. അങ്ങനെ ആഗ്നസ് തെരേസയായി മാറിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ 2ാം ഭാവത്തിലേക്ക് കടക്കുകയായിരുന്നു. അധ്വാനശീല, കൃത്യനിഷ്ഠ പാലിക്കുന്നവൾ, ലളിത ജീവിതത്തിന് ഉടമ, സേവന സന്നദ്ധത. സഹസന്യാസിമാർ സിസ്റ്റർ ആഗ്നസിനെ കുറിച്ച് അക്കാലത്തെ കുറിച്ചു വെച്ചത് ഇങ്ങനെയായിരുന്നു: എല്ലാം ഇപ്രകാരം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ആ സംഭവ വികാസം. വിളിക്കുള്ളിലെ വിളി എന്ന് പിൽക്കാലത്ത് മദർ തെരേസ പരാമർശിച്ച സംഭവം. 1946 സെപ്റ്റംബർ 10 ധ്യാനത്തിനായി ഡാർജിലിംഗിലേക്ക് പോവുകയായിരുന്നു സിസ്റ്റർ ആഗ്നസ്. കൃത്യമായും ആ യാത്രയ്ക്കിടയിൽ സിസ്റ്റർ ആഗ്നസ് ദൈവസ്വരം കേട്ടു. നിലവിലെ കോൺവെന്റ് വിട്ടുപേക്ഷിക്കുക, തന്നിൽ നിന്നും കൂടുതലായിട്ടെന്തോ ദൈവം പ്രതീക്ഷിക്കുന്നു എന്ന് സിസ്റ്റർ ആഗ്നസിന് മനസ്സിലായി. എങ്കിലും അതത്ര എളുപ്പം ഉള്ളതായിരുന്നില്ല. അതൊരു വലിയ ത്യാഗമായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം എന്നാണ് മദർ തെരേസ അതിനെക്കുറിച്ച് പറഞ്ഞത്. കൊൽക്കത്തയിൽ താൻ നിത്യവും കണ്ടുമുട്ടുന്ന ദരിദ്ര ജീവിതങ്ങൾ ഓരോന്നും സിസ്റ്റർ ആഗ്നസിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പട്ടിണിപ്പാവങ്ങൾ, ഭക്ഷണത്തിനും താമസത്തിനും സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് ഒരു കന്യാമഠത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ
അത്തരം സൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് കഴിയുന്നവർ. സിസ്റ്റർ ആഗ്നസിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് വേദനയുണ്ടായിരുന്നു. അക്കാലത്തായിരുന്നു കൂനിന്മേൽ കുരു എന്ന മട്ടിൽ കൊൽക്കത്തയിൽ ഹിന്ദു മുസ്ലിം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 5000-ഓളം ആളുകൾ ആ സംഘർഷത്തിൽ മരണമടഞ്ഞു. 3 ഇരട്ടിയോളം ജനങ്ങൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു. തെരുവിൽ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് സഹിക്കാൻ ആവാതെയാണ് ആദ്യമായി സിസ്റ്റർ ആഗ്നസ് തെരുവിൽ മറ്റുള്ളവരോട് ഭക്ഷണം യാചിച്ചത്. മാസങ്ങളോളം നടത്തിയ അലച്ചിലിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായി മനസ്സും ശരീരവും തളർന്ന അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടിയാണ് അന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാനായി ഡാർജിലിംഗിലേക്ക് പോയത്. ആ യാത്ര എല്ലാ അർത്ഥത്തിലും സിസ്റ്റർ തെരേസയുടെ ജീവിതത്തിൽ നിർണായകമായി മാറുകയായിരുന്നു. കൃത്യമായും വ്യക്തമായും താൻ കേട്ട ആ സ്വരത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ തെരേസയ്ക്ക് കഴിയുമായിരുന്നില്ല. മദർ ജനറലിൻ്റെ പൂർണ്ണ പിന്തുണയോടെ സിസ്റ്റർ തെരേസ ലൊറേറ്റോയിലെ മഠം വിട്ടിറങ്ങി. ഇനി പുതിയ വേഷം, പുതിയ ജീവിതം, പുതിയ അരങ്ങ്. സിസ്റ്റർ തെരേസ പാവങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആരംഭിച്ചു. 1948 മുതൽക്കായിരുന്നു സിസ്റ്റർ തെരേസയുടെ സേവന ശുശ്രൂഷയുടെ 2ാം ഘട്ടം ആരംഭിച്ചത്. ലൊറേറ്റോ സന്യാസിനിമാരുടെ ഔദ്യോഗിക വേഷം ഉപേക്ഷിച്ച് കൊൽക്കത്ത നഗരസഭയിൽ ഓട വൃത്തിയാക്കിയിരുന്ന ജീവനക്കാരുടെ വേഷം ഔദ്യോഗികമായി സ്വീകരിച്ചുകൊണ്ട് പിൽക്കാലത്ത് മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് സിസ്റ്റർ തെരേസ ജന്മം നൽകി. എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും അറിയാതെ ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ അന്തിച്ചു നിന്നുപോയ നിരവധി സംഭവങ്ങളും അനുഭവങ്ങളും ഇക്കാലയളവിൽ സിസ്റ്റർ തെരേസയ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കാറ്റിൽ തനിക്ക് മുമ്പിലായി ക്രിസ്തുവിൻ്റെ വസ്ത്രാഞ്ചലം ഉലയുന്നുണ്ടെന്ന വിശ്വാസത്താൽ തെരേസ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 50ഓളം കുട്ടികൾക്കായി ഒരു വിദ്യാലയമായിരുന്നു തെരേസ ആദ്യമായി ആരംഭിച്ചത്. അവർക്ക് അക്ഷരങ്ങൾക്കൊപ്പം പാലും ഉച്ചഭക്ഷണവും നൽകി. സമ്മാനം എന്ന നിലയിൽ തേച്ചു കുളിക്കാനായി സോപ്പും. ഈ കുട്ടികളെ തീറ്റിപ്പോറ്റാൻ തെരേസയ്ക്ക് പലപ്പോഴും ഭിക്ഷ യാചിക്കേണ്ടി വന്നു. ആത്മാഭിമാനം മുറിപ്പെടുത്തും വിധം അപമാനങ്ങളും അവഹേളനങ്ങളും നേരിടേണ്ടി വന്നു. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. തിരികെ തൻ്റെ സന്യാസ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പോലും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ. 1950 ഒക്ടോബർ 7 കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ പുതിയ സന്യാസിനി സമൂഹം ആരംഭിക്കാൻ വത്തിക്കാൻ അനുവാദം നൽകിയതോടെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഔദ്യോഗികമായി ആരംഭം കുറിക്കപ്പെട്ടു. തുടക്കത്തിൽ 13 പേർ മാത്രമായിരുന്നു സഭയിൽ അംഗങ്ങളായുള്ളത്. എന്നാൽ ക്രമേണ അതിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. കൽക്കത്തയുടെ അതിരുകൾ കടന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റി ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും ഡൽഹി, ഝാൻസി, ബീഹാർ, റാഞ്ചി, മുംബൈ, വെനിസ്വല, അമേരിക്ക, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും മദർ അഭയകേന്ദ്രങ്ങൾ തുറന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റി സ്തുത്യർഹമായ സേവനങ്ങളുമായി മുന്നോട്ടു പോയപ്പോൾ വർഷങ്ങൾക്കു ശേഷം മിഷണറീസ് ബ്രദേഴ്സ് ചാരിറ്റിക്കും മദർ രൂപം നൽകി. മതം മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംഘർഷങ്ങളും നടക്കുമ്പോൾ ഇതേക്കുറിച്ച് മദർ തെരേസ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. തങ്ങൾ മതപ്രസംഗമോ മതം മാറ്റമോ അല്ല നടത്തുന്നതെന്നും കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമാക്കുക എന്നതാണ് തങ്ങളുടെ സ്നേഹപൂർണമായ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെന്നുമാണ് മദർ തെരേസ
അതേക്കുറിച്ച് നയം പ്രഖ്യാപിച്ചത്. മതപരിവർത്തനം നടത്തുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഭീഷണികളും ആക്രമണങ്ങളും മദറിന് നേരെ ഉണ്ടായിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ക്രിസ്തുവിൻ്റെ അടുക്കലെത്തും എന്നായിരുന്നു അപ്പോഴൊക്കെ മദറിൻ്റെ പ്രതികരണം. മാത്രവുമല്ല, മതപരിവർത്തനം ദൈവത്തിൻ്റെ ജോലിയാണ്, തൻ്റെ ജോലിയല്ല എന്നാണ് മദർ വിശ്വസിച്ചിരുന്നതും. ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുകയും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും, അടിമുടി ക്രിസ്ത്യാനിയായിരുന്നുവെങ്കിലും, ഹിന്ദുവിനെ കുറേ കൂടി നല്ല ഹിന്ദുവാകാനും മുസ്ലിമിനെ കൂടുതൽ നല്ല മുസ്ലിമാകാനും ക്രിസ്ത്യാനിയെ ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിലും ക്രിസ്ത്യാനി ആക്കുന്നതിലുമായിരുന്നു മദർ ശ്രമിച്ചതും പ്രവർത്തിച്ചതും. നിർമ്മൽ ഹൃദയ, ശാന്തിനഗർ, ശിശുഭവൻ, മദർ തെരേസ തുടക്കകാലത്ത് ആരംഭിച്ച സ്ഥാപനങ്ങളിൽ ചിലതിൻ്റെ പേരുകളാണ് ഇവ. എല്ലാ കാലത്തും കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചിരുന്നൊരു കാലത്താണ് കുഷ്ഠരോഗികൾക്കു വേണ്ടി മദർ ശാന്തിനഗർ ആരംഭിച്ചത്. ശാന്തിനഗർ ആരംഭിക്കാനുള്ള പണം മദർ തെരേസ കണ്ടെത്തിയത് പോൾ ആറാമൻ പാപ്പ തനിക്കു സമ്മാനിച്ച കാറ് ലേലത്തിൽ വിറ്റുകിട്ടിയ കാശുകൊണ്ടായിരുന്നു. കൽക്കട്ടയിലെ കുഷ്ഠരോഗികൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനും മരിക്കാനും വരെ കഴിയുന്ന വിശാലമായ ലോകമാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ മദർ തെരേസ തുറന്നുകൊടുത്തത്. കാലത്തിന് പ്രത്യുത്തരം നൽകിയ വ്യക്തിയായിരുന്നു മദർ തെരേസ. മദർ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ അക്കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഏറെയും കുഷ്ഠരോഗികളായിരുന്നു. അതുകൊണ്ടുതന്നെ അവരിലേക്കാണ് മദറിൻ്റെ ശ്രദ്ധ കൂടുതലായി പതിഞ്ഞത്. പക്ഷേ കാലം മുന്നോട്ടു പോയപ്പോൾ കുഷ്ഠരോഗികളെ പിന്തള്ളി എയ്ഡ്സ് രോഗികൾ കടന്നു വന്നു. അവരുടെ പരിചരണം പ്രധാനപ്പെട്ടതുമായി. കാലത്തിൻ്റെ ഈ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു 1985 ക്രിസ്മസ് തലേന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ അഭയകേന്ദ്രം മദർ തെരേസ തുറന്നത്. ചാരിറ്റിയുടെ കരം തെരുവോരങ്ങളിൽ മാത്രം പതിക്കാതെ ആവശ്യമുള്ള എല്ലാ ഇടങ്ങളിലേക്കും നീട്ടാൻ മദർ തെരേസ തയ്യാറായിരുന്നു. മനുഷ്യൻ്റെ കണ്ണീരിന് മറുപടി നൽകേണ്ടതുണ്ട് എന്ന മദർ ഉറച്ചു വിശ്വസിച്ചു. മനുഷ്യൻ്റെ കണ്ണീരിന് മറുപടി നൽകേണ്ടതുണ്ട് എന്ന് മദർ ഉറച്ചു വിശ്വസിച്ചതിൻ്റെ ഫലമായിരുന്നു അത്തരം ഓരോ ഇടപെടലുകളും. അതുകൊണ്ടാണ് യുദ്ധമുഖങ്ങളിലും പ്രകൃതി ദുരന്ത ഭൂമിയിലും മനുഷ്യനോടുള്ള സ്നേഹത്തെയും കരുണയെയും പ്രതീക്ഷിച്ച് മദർ ഓടിച്ചെന്നത്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടായ 1982 യുദ്ധഭൂമിയിലേക്ക് സധൈര്യം ഇറങ്ങിച്ചെന്ന് 40ഓളം കുട്ടികളെയാണ് മദർ രക്ഷിച്ചത്. അതുപോലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തും മദർ പ്രവർത്തന നിരതയായിരുന്നു. കുട്ടികൾക്കും പാകിസ്ഥാൻ പട്ടാളം ബലാത്സംഗം ചെയ്ത സ്ത്രീകൾക്കും മദറിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കാൻ സാധിച്ചു. മറ്റുള്ളവർ എന്തു പറയുന്നുവെന്ന് നോക്കാതെ മുഖത്തൊരു പുഞ്ചിരിയോടെ നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാവുക എന്നതായിരുന്നു മദറിൻ്റെ പ്രബോധനം. സാധാരണക്കാരാണ് മദർ തെരേസയിലെ ഈശ്വരാംശത്തെ ആദ്യം കണ്ടെത്തിയതും അംഗീകരിച്ചതും. കാരണം അവരാണ് മദറിലെ ദൈവിക ഭാവത്തെ കണ്ടറിഞ്ഞത്. പിന്നീട് സമൂഹത്തിനും ഭരണാധികാരികൾക്കും ആ സേവനങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ കഴിയാതെ വന്നു. കൂടുതൽ ജനകീയ ആകുന്നതിലും മുമ്പ് തന്നെ മദർ തെരേസയിലെ ദൈവീകതയെ അംഗീകരിക്കാൻ സാധിച്ച പ്രമുഖരിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് എടുത്തു പറയണം. പത്മശ്രീ, ഭാരതരത്ന,
തുടങ്ങിയവയ്ക്കു പുറമെ മദറിൻ്റെ രൂപം ആലേഖനം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയും ഭാരത സർക്കാർ മദറിനോടുള്ള ആദരവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും മദറിനെ തേടിയെത്തിയിട്ടുണ്ട്. 1997 സെപ്റ്റംബർ 5 കൊൽക്കത്തയിൽ വെച്ച് ഇഹലോകത്തോട് യാത്ര പറയുമ്പോൾ മദർ തെരേസയ്ക്ക് 87 വയസ്സായിരുന്നു പ്രായം. പല പല രോഗങ്ങൾക്കൊടുവിൽ പ്രായാധിക്യത്തെ തുടർന്നുള്ള സ്വാഭാവികമായ അന്ത്യം. ഈ ജീവിതകാലത്തിനിടയിൽ എത്രയോ തവണ മദർ മരണവുമായി മുഖാമുഖം കണ്ടിരിക്കുന്നു. മരണവുമായി ഒളിച്ചുകളി നടത്തിയിരിക്കുന്നു. എല്ലാ തവണയും മരണത്തെ തോൽപ്പിച്ച് മദർ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ ഇപ്പോഴിതാ താൻ പണ്ടെന്നോ കണ്ടിരുന്ന ഒരു സ്വപ്നം മദർ തെരേസ പലപ്പോഴും അയവിറക്കാറുണ്ടായിരുന്നു. സ്വർഗകവാടത്തിലെത്തിയ തന്നെ പത്രോസ് ശ്ലീഹ തടഞ്ഞു നിർത്തിയതും പാവങ്ങളാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നതുമായിരുന്നു ആ സ്വപ്നം. പക്ഷേ മദർ തെരേസയുടെ കണക്കുപ്രകാരം സ്വർഗത്തിൽ താൻ 54,000 പേരെ എത്തിച്ചിട്ടുണ്ട് എന്നതായിരുന്നു. അതെ, ദരിദ്രരെ കൊണ്ട് സ്വർഗം കുത്തി നിറച്ചതിനു ശേഷം ആ ദരിദ്രരുടെ അടുക്കലേക്ക് തന്നെ മദർ യാത്രയായിരിക്കുന്നു. ഒരാഴ്ചക്കാലത്തോളമാണ് മദറിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടേക്ക് ഒഴുകിയെത്തി. അതിൽ ഭരണാധികാരികളും സാധാരണക്കാരും ഉണ്ടായിരുന്നു. കൽക്കത്ത അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യക്കടലായി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് മദറിനെ യാത്രയാക്കിയത്. മഹാത്മാഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഗൺ ഗ്യാരേജാണ് മദറിൻ്റെ അന്ത്യയാത്രയ്ക്ക് ഉപയോഗിച്ചത്. കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടന്നത്. കൊൽക്കത്തയിലെ മദർ ഹൗസിനുള്ളിലാണ് മദർ തെരേസയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. കത്തോലിക്കാ സഭയിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു വ്യക്തിയെ ആൾത്താര വണക്കത്തിന് യോഗ്യതയാക്കിയിട്ടുണ്ടെങ്കിൽ അത് മദർ തെരേസയാണ്. പുണ്യജീവിതം നയിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണത്തിന് 5 വർഷങ്ങൾക്കു ശേഷം മാത്രമേ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിക്കാറുള്ളൂ. പക്ഷേ മരണത്തിന് 2 വർഷങ്ങൾക്കു ശേഷം മദറിനെ കത്തോലിക്കാ സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ മദറിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. അല്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മദറിനെ വിശുദ്ധ എന്നായിരുന്നു ആളുകൾ വിളിച്ചിരുന്നത്. കത്തോലിക്ക സഭ ആ വിശ്വാസത്തിന് ഔദ്യോഗികമായ അംഗീകാരം കൊടുത്തുവെന്നു മാത്രം. താൻ ദൈവത്തിൻ്റെ കൈകളിലെ ഒരു പെൻസിൽ ആണെന്ന് മദർ തെരേസ പറയാറുണ്ടായിരുന്നു. എഴുതുമ്പോൾ തോറും തീർന്നു പോകുന്നു എന്നതാണല്ലോ പെൻസിലിൻ്റെ പ്രത്യേകത. പക്ഷേ എഴുതുമ്പോൾ തെളിഞ്ഞു വരുന്നു എന്നതാണ് മദർ തെരേസ എന്ന പെൻസിലിൻ്റെ പ്രത്യേകത. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അക്ഷരങ്ങൾ മാത്രം വരയ്ക്കാൻ ദൈവം പുതിയ കാലത്തുപയോഗിച്ച പെൻസിലായിരുന്നു മദർ തെരേസ. ദൈവത്തിന് എല്ലായിടത്തും എത്താൻ സാധിക്കാത്തതുകൊണ്ട് അവിടുന്ന് അമ്മമാരെ സൃഷ്ടിച്ചുവെന്ന് പറയാറുള്ളതുപോലെ ദൈവത്തിന് എല്ലാവരിലേക്കും എത്താൻ ദൃശ്യരൂപത്തിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് അവിടുന്ന് മദർ തെരേസയ്ക്ക് ജന്മം നൽകിയെന്ന് വിശ്വസിക്കുകയാണ് കൂടുതൽ നല്ലത്.
മറ്റുള്ളവരെ സേവിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക എന്നതായിരുന്നു മദർ ഈ ലോകത്തിന് നൽകിയ ആഹ്വാനം. സുരക്ഷിത ലാവണങ്ങളിൽ ഒറ്റപ്പെട്ടവരായി കഴിയുന്ന നമ്മയെല്ലാം മദർ തെരേസ്യയുടെ ജീവിതം വെല്ലുവിളിക്കുന്നുണ്ട്. നമ്മെ തന്നെ ശൂന്യനാക്കുന്ന ത്യാഗമനസ്ഥിതിയിലൂടെ കടന്നുപോകാൻ, വിജയിയാകാതെ വിശ്വസ്തരായിരിക്കാൻ, മറ്റുള്ളവർക്ക് പരിഗണന മാത്രമല്ല അവർക്ക് സ്വന്തം ഹൃദയം കൂടി നൽകാൻ, അവഗണനയോ തിരസ്കരണമോ ബാധിക്കാതിരിക്കാൻ, എളിമയുടെ ഹൃദയം സ്വന്തമാക്കാൻ, മദർ എന്ന ഒറ്റ വാക്കിൽ ഒരു ലോകത്തെ മുഴുവൻ ഉള്ളിൽ ആവാഹിച്ചവളെ, നിനക്ക് വന്ദനം. നിന്റെ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ.